പലപ്പോഴും കുടിക്കുന്നത് നല്ല കുടിവെള്ളമല്ല, പലപ്പോഴും നമ്മൾ കുടിക്കുന്നത് എന്തായിരിക്കും? ഇത്തരത്തിലുള്ള കൂൾ ഡ്രിങ്ക്സുകളായിരിക്കും. ഓക്കെ, എന്താണ് ഇതിന്റെ പ്രശ്നം? സാധാരണ വെള്ളത്തിനെ അപേക്ഷിച്ച് ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിൽ എന്താണ് പ്രശ്നം കൂടുതലുള്ളത്? അതിൽ ധാരാളമായിട്ട് കലോറി അടങ്ങിയിട്ടുണ്ട്, ധാരാളമായിട്ട് ഷുഗർ അടങ്ങിയിട്ടുണ്ട്. ഒരു പെപ്സിയുടെ അല്ലെങ്കിൽ ഒരു കൊക്കക്കോളയുടെ സാധാരണ ഒരു 300 ml ഒരു ബോട്ടിൽ തന്നെ 35 to 40 ഗ്രാം ഷുഗർ അടങ്ങിയിട്ടുണ്ട്. സാധാരണ ഒരു ഡെയിലി ഇൻടേക്കിൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഷുഗർ ഒരു ബോട്ടിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് പെപ്സിയുടെയും കൊക്കക്കോളയുടെയും. അതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ധാരാളമായിട്ട് പ്രിസർവേറ്റീവ്, സോഡിയം ബെൻസോവേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മറ്റു ആർട്ടിഫിഷ്യൽ കളറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, അസ്പാർട്ടൈം ആവട്ടെ അല്ലെങ്കിൽ സൂക്രലോസ് ആവട്ടെ, നമ്മൾ സാധാരണ പഞ്ചസാരയേക്കാൾ 800 ടൈംസ് മാധുര്യമുള്ള ഒത്തിരി ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറിംഗ് ഏജൻസികൾ ഇത്തരത്തിലുള്ള കൂൾ ഡ്രിങ്ക്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുക. കാരണം ഷുഗറിന്റെ കണ്ടന്റ് ധാരാളമായിട്ട് അകത്തേക്ക് വരികയാണ്. ശരീരത്തിന് ആവശ്യമില്ലാത്ത ഫുഡ് അഡിറ്റീവ്സ് അമിതമായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് വരികയാണ്.